ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോളോ? എല്ലാ PR-കളും എക്സ്പോസ്ഡ് ആവട്ടെ. എന്തായാലും ഇതിനുശേഷം അനുമോള് PR ഗ്രൂപ്പുകളിൽ ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചാറ്റുകളും മറ്റുമൊക്കെ ബിന്നി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കണ്ടോ. ഉത്തരവാദിത്തമാണ് എന്റെ. ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളിയിൽ വിളിച്ചവരുടെ മുമ്പിൽ, PR ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അല്ലേ? പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് ഉള്ളതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിയ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട. പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, പൈസ ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട്. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവര് നോക്കിയോളൂ. ഇതുപോലെ കണ്ടസ്റ്റൻസ് ആയിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ കരിവാരി തേക്കുന്നതിന് കണ്ട തെണ്ടിത്തരം മൊത്തം കാണിച്ചും കൂടാഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞ് എന്റെ വ്യക്തിഹത്യം ചെയ്ത് ബിന്നിക്കിട്ട് പണി കൊടുക്കാനുള്ള ആഹ്വാനങ്ങളാണ് ചാറ്റ് മുഴുവനും. സാധാരണ PR ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട ഇത്തരത്തിലുള്ള PR പ്രശ്നമാണ്. ഞാൻ പറഞ്ഞില്ല ഒരു പന്നപ്ലാനാന്ന്. ബിന്നി പറഞ്ഞ പോലെ കൂടെയുള്ള കണ്ടസ്റ്റൻസിന്റെ ജീവിതം തകർത്തിട്ടാണെങ്കിലും എനിക്ക് കപ്പടിക്കണം എന്നുള്ള PR സ്ട്രാറ്റജി ആയിരുന്നു അനുമോളുടേത്. എന്തായാലും അതല്ല എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞല്ലോ, നല്ല കാര്യം. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഈ PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു, 50,000 കള്ളം പറഞ്ഞാണ്. ഞാൻ അങ്ങനെ കാശ് വാങ്ങി ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ, 11,000 രൂപ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എന്നാ ഒളിവിൽ പോണേനൊക്കെ നിങ്ങൾ ഇനി പറയരുത്. എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. 50 ലക്ഷയുടെ വീടുള്ള അനുമോള് ദാരിദ്ര്യം പറയുന്നു. നിങ്ങൾ എന്തൊരു തേങ്ങ ഇട്ടാണ് നിങ്ങൾ അനുമോള് ജയിപ്പിച്ചത്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.